ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട്, ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തോളാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. നിങ്ങൾക്ക് മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ് നമ്മൾക്ക് നോക്കാം എന്താ മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടി. എന്താണ് ഓവറോൾ എനർജി നിങ്ങളുടെ ഡിസംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി? നിങ്ങൾക്ക് ഹാങ്ഡ് 1 ആണ്. പാസ്റ്റിൽ എന്താണ് എനർജി ഉണ്ടായേ? പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. കറണ്ട് എനർജി ഡിസംബറിൽ എന്താണ്? ഡിസംബറുടെ കറണ്ട് എനർജി നിങ്ങളുടെ ഹൈറോഫാണ്ട് ആണ്. എന്താണ് ഫ്യൂച്ചർ എനർജി? ഫ്യൂച്ചർ എനർജി ഇവിടെ ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് വോൺസ് ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടി ഈ മാസത്തിൻ്റെ അഡ്വൈസ് നിങ്ങളുടെ 3 ഓഫ് സോഡ്സ് ആണ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടി നൈറ്റ് ഓഫ് വോൺസ് ആയിരിക്കും. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ ഏരീസ് ഇവിടെ ഹാങ്ഡ് 1 ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ ഹാങ്ഡ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. ഓക്കെ, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒരു തരത്തിൽ വേണം അതിനെ ഡീൽ ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യണ മാതിരി മുമ്പോട്ട് പോയാൽ അത് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഒരു വേറെ അപ്രോച്ച് വേണം, ഇല്ലെങ്കിൽ വേറെ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോവുക. ഹാങ്ഡ് 1 ഒരു പോസാണ് ആക്ച്വലി. നിങ്ങളുടെ എല്ലാം ഒരു കാര്യത്തിൽ ഒരു ബ്ലോക്കും പറയാൻ പറ്റില്ല. ഇതൊരു നിങ്ങൾ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്ന എനർജിയാണ്. അപ്പോൾ ഹാങ്ഡ് 1 ചിലപ്പോൾ ഹീലിംഗ് എനർജിയും ആവാം. കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 3 ഓഫ് വോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അതിനെ നിങ്ങൾക്കൊരു വേറെ തരത്തിൽ വേണം ആ ഗോൾസ് അച്ചീവ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പേ ചെയ്യണ മാതിരി കാര്യങ്ങൾ നടക്കില്ല. ഓക്കെ, ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. അപ്പോൾ എന്തോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം, അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. ഈ പേഴ്സൺ ആരാണ്? ഡെവിൽ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു വെരി ടോക്സിക് എനർജിയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട് ആവാം, പാർട്ട്ണർ ആവാം, ഫാമിലി മെമ്പർ ആവാം. ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കുറേ ടോക്സിക് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. കുറേ സ്റ്റാഗ്നൻസി ആവാം, ഇത് ഒന്നും മുമ്പോട്ട് പോകില്ല. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് തന്നെ കുറേ ടോക്സിക് ആണ്. ഇതിൽ ഹീലിംഗ് എനർജീസും ഉണ്ട്, ടെമ്പറൻസ് എനർജി. അപ്പോൾ മേ ബി ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടിയായിട്ട് സൊല്യൂഷൻ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ടെമ്പറൻസ് എനർജി ഒരു ബാലൻസിൽ പോകണ എനർജിയാണ്, ഒരു ഫ്ലോയിൽ പോകണ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ കുറേ ബ്ലോക്സ് ഉണ്ടാവണ മാതിരി, പക്ഷെ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സിറ്റുവേഷനിൽ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ ഹൈറോഫാണ്ടാണ് കാണുന്നത്. അപ്പോൾ ഡിസംബർ മാസത്തിൽ ഇത് മാരേജിൻ്റെ എനർജി ആവാം, ഫാമിലിയുടെ എനർജി ആവാം, അപ്പോൾ സ്പിരിച്വാലിറ്റി, റിലിജൻ്റെ എനർജി ആവാം. ഈ ഹൈറോഫാണ്ട് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ ഞാനൊരു ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സിംഗിളാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിനെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ
ഈ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ആവണു. ക്വീൻ ഓഫ് കപ്സ്, സ്പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മാരേജിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല വെച്ചാൽ ഈ മാസം മേ ബി നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടാവും, ഇല്ല വെച്ചാൽ ഒരു വെഡ്ഡിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് കുറേ ലവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മാസം റൊമാൻറ്റിക്കലി നല്ല സമയമാണ്. ഏസ് ഓഫ് കപ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം ഞാൻ ഒരു പുതിയ റിലേഷൻഷിപ്പാണ് കാണുന്നത്, ഒരു പുതിയ തുടക്കം. ഇതെന്താണ് ഈ ഏസ് ഓഫ് കപ്സ്? അപ്പോൾ ഏരീസ് നിങ്ങളുടെ ഒരു പാസ്റ്റിൻ്റെ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, ഈ പേഴ്സണും ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ലവ് ഓഫർ കൊണ്ടുവരണത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 8 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഈ പുതിയ പേഴ്സൺ, അതല്ല വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ വരണത് ഓഫീസിൻ്റെ ത്രൂ ആയിരിക്കും, നിങ്ങളുടെ വർക്കിൻ്റെ കണക്റ്റഡായ പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇതൊരു അറിയണ പേഴ്സൺ ആണ്. ആൻഡ് ഈ പേഴ്സൺ ഓൺ ദ വേ ആണ്. അവർ ഡിസംബറിൽ അല്ലച്ച നെക്സ്റ്റ് ഇയർ ജാനുവരിയിലായിരിക്കും എന്തോ ഒരു മെസ്സേജ്, റൊമാൻറ്റിക് മെസ്സേജ് ഞാൻ കാണുന്നത് അവിടെ ആ സമയത്താണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് വാൻഡ്സ്. ഒരു എക്സൈറ്റിംഗ് എനർജിയാണ് പേജ് ഓഫ് വാൻഡ്സിൻ്റെ. ഒരു സ്മോൾ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത് പേജ് ഓഫ് വാൻഡ്സ്. പക്ഷേ ഇത് കുറച്ചൊരു ഇമ്മെച്യോറിറ്റിയുടെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറേ മെച്യോറിറ്റിയുടെ കൂടെ വേണം ഡിസിഷൻസ് എടുക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഒരു എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ ഉടനെ ഒരു ആക്ഷൻ എടുത്താൽ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കും. അപ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം എന്തെങ്കിലും ഡിസിഷൻ എടുക്കുക. സ്ട്രെങ്ത്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ടെംപ്റ്റേഷനാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകേണ്ട ഇതൊരു എന്താ പറയുക, ഒരു വെരി ഫിസിക്കലി അട്രാക്റ്റീവ് ഉള്ള എനർജി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ട് ഏതോ ഒരു പേഴ്സണിന് വേണ്ടി. പക്ഷേ പ്രോബ്ലം ഇവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഓൾറെഡി വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് വെച്ചാൽ അതൊരു പ്രോബ്ലം ആവും. അപ്പോൾ 10 ഓഫ് വാൻഡ്സ് നിങ്ങൾ കുറേ ബേർഡൻ ഫീൽ ചെയ്യണോ, നിങ്ങൾ കുറേ ഒരു എന്താ പറയുക, ഒരു ഗിൽട്ട് ഉണ്ട്, കുറേ ബേർഡൻസ് ഉണ്ട്, കുറേ ഡിസിഷൻ എന്താ വേണ്ടത് നിങ്ങൾക്ക് അറിയണില്ല, മനസ്സിലാവണില്ല. അങ്ങനത്തെ ഒരു കുറേ പ്രഷറുള്ള എനർജിയാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ചാലഞ്ചായിട്ട്. ഇപ്പോൾ അഡ്വൈസ് ഞാൻ കാണുന്നത് 3 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് സൂക്ഷിച്ചിട്ട് വേണം ഈ സിറ്റുവേഷനിൽ ഡീൽ ചെയ്യുക. അതാണ് അഡ്വൈസ് തരണത്. എന്താ വെച്ചാൽ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പേഴ്സൻ്റെ ഹാർട്ട് ബ്രേക്ക് ആവുന്നുണ്ട് നിങ്ങളുടെ ഡിസിഷൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. 2 ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കലും ഇമോഷണൽ ഡിസിഷൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചൂസ് ചെയ്യണത് അത് ഒരു സ്റ്റേബിൾ ഡിസിഷൻ ആവണം. ലോങ് ടേം മനസ്സിലാക്കിയിട്ട് ലോങ് ടേം പെർസ്പെക്റ്റീവ് വെച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്താ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോണത്. സർപ്രൈസ് ഫാക്ടറിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ സർപ്രൈസ് ഫാക്ടറിലും ഞാൻ കാണുന്നത് കുറേ പാഷനാണ്, ഒരു എഫെയറിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ കുറച്ചൊരു ടെംപ്റ്റേഷൻ്റെ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കണം. നൈറ്റ് ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ്, ഒരു സീക്രട്ട് അഫെയർ ഞാനിവിടെ കാണുന്നുണ്ട്. എംപറർ എനർജി. ഓക്കെ, അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. ഔട്ട്കമിൽ 9 ഓഫ് കപ്സ്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ട് ഈ മാസം. അപ്പോൾ എന്തോ നിങ്ങളുടെ ഒരു വിഷ് ഉണ്ടായിരുന്നു, അത് യൂണിവേഴ്സ് ഗ്രാൻറ്റ് ചെയ്യുന്നുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസ്, പൈസയുടെ കാര്യത്തിൽ സൂക്ഷിക്കണം. കുറേ സ്ലോ മൂവിങ് എനർജിയാണ് ഈ മാസം. അപ്പോൾ എല്ലാം ഒരു റുട്ടീൻ മാതിരി തോന്നും, കുറച്ച് ബോറിംഗ് ആയി ഫീൽ ചെയ്യും. പക്ഷേ എന്തോ ഒരു റെന്യൂവലും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിന് എന്തോ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അതാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കുക, ഒരു ജഡ്ജ്മെൻറ്റ് കോൾ എടുക്കേണ്ടി വരും. ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകണോ വേണ്ടതെന്ന് അത് നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും. പക്ഷേ അത് കുറേ ചേഞ്ചസ് കൊണ്ടുവരും. ഓക്കെ, കുറേ മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഒറക്കിൾ മെസ്സേജ് പറയണത് ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞ മാതിരി ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ വരും. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണോ നല്ലതല്ലേ എന്ന് നിങ്ങൾക്കാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ സൈൻസ് കുറേ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ കാണുന്നുണ്ട്.
ഏരീസ് ലിയോ സാജിറ്റേറിയസും ഉണ്ട്, ടോറസ് വെർഗോ കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ബോണസ് റീഡിംഗ് വേണം വെച്ചാൽ ബോണസ്ന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.